Abasoft Technologies was founded on 2002 by Mr. Sujaz Ali. In 2008, we had started our office at Infopark Kochi, which is the IT hub of Kerala. And in 2010, Abasoft became the member of NASCO. In 2011, we started our business development around the globe to target clients from USA, Canada and Middle East. The name Abasoft suggested by Mr. Sunil, and our first employee was Mr. Ranjit. And it's time to meet some of our ex-employees of Abasoft and listen to their words. ഹായ്, ഞാൻ രഞ്ജിത്ത്. 2004 നവംബറിലാണ് ഞാൻ ആബാസോഫ്റ്റ് ജോയിൻ ചെയ്യുന്നത്. എൻ്റെ അറൗണ്ട് 20 years ഓഫ് എൻ്റെ IT കരിയറിൽ ആബാസോഫ്റ്റിൽ നിന്ന് ഞാൻ കുറേ യുണീക്കായ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ ഡിഫറൻ്റായ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ആബാസോഫ്റ്റ് ടെക്നോളജിയെ എൻ്റർടൈൻ ചെയ്ത് ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു കമ്പനിക്ക് വേണ്ട എൻ്റയർ IT സൊല്യൂഷൻസ്, അതിപ്പം ഡാറ്റാ സെൻറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൾ സെൻറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ വെബ് ടെക്നോളജി, അല്ലെങ്കിൽ മൊബൈൽ ടെക്നോളജി, അല്ലെങ്കിൽ അവർ IT റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, നെറ്റ്വർക്കിങ്സ്, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ, ഇതെല്ലാം ഒരു IT കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ MNCകളെ പോലും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. അത് തന്നെ എനിക്ക് തോന്നുന്നു 2004 ആ ടൈമിൽ തന്നെ ഒക്കെ ഒപ്റ്റിക് ഫൈബേഴ്സ് ഒക്കെ അന്ന് കേരളത്തിൽ ഒപ്റ്റിക് ഫൈബേഴ്സ് എത്തിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ 2005 സമയത്ത് ഡേറ്റാ സെൻറ്റേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ സുജാസ് സാർ കാണിച്ച ധൈര്യമൊക്കെയാണ് ഇന്ന് കാണുന്ന ആബാസോഫ്റ്റ്. അങ്ങനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ടെക്നോളജി എൻ്റർടൈൻ ചെയ്ത് അത് ബിസിനസ്സാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നത് അത് ആബാസോഫ്റ്റ് മാത്രം സ്വന്തമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, എനിക്ക് തോന്നുന്നു സുജാസ് സാറിൻ്റെ 9447707272 ആ മൊബൈൽ നമ്പർ ഇന്നും പബ്ലിക്കിന് ഓപ്പണാണ്. ലാസ്റ്റ് 20 years ആ നമ്പേഴ്സിന് ഒരു ചേഞ്ച് വന്നിട്ടില്ല. അത് പബ്ലിക്കിന് ഓപ്പണാണ് എന്നുള്ളത് റിലേഷൻഷിപ്പ് എന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അതിൻ്റെ ബിസിനസ് പെർസ്പെക്റ്റീവ് എന്തും ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ റിലേഷൻഷിപ്പ് പെർസ്പെക്റ്റീവിൽ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ അത്രയും ഇന്നും ആ റിലേഷൻഷിപ്പുള്ള കോളുകളൊക്കെ ഇന്ന് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, അവരോടൊക്കെ ഇന്നും ബന്ധങ്ങൾ തുടരുന്നു എന്നുള്ളത് ഒരു മച്ച് അപ്രീഷിയേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ 19th ആബാസോഫ്റ്റ് 19th ആനിവേഴ്സറിയിലും ആബാസോഫ്റ്റ് ഈ ടെക്നോളജികൾക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. ഓൾ ദി ബെസ്റ്റ് ആബാസോഫ്റ്റ്. നമസ്കാരം, എൻ്റെ പേര് ജോസഫ്. ഞാൻ 2006 ആബാസോഫ്റ്റ് ജോയിൻ ചെയ്യുന്നത്. ഒരു 15 വർഷത്തെ ആത്മബന്ധം എനിക്ക് ആബാസോഫ്റ്റോട്ടുണ്ട്. എൻ്റെയൊക്കെ ജോയിൻ എക്സ്പീരിയൻസ് വളരെയധികം ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു സ്ഥാപനമാണ് എനിക്ക് ആബാസോഫ്റ്റ്. ഒരുപാട് നല്ല ട്രെയിനിങ്, ഒരു തുടക്കക്കാരൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. ജസ്റ്റ് പഠിച്ചിറങ്ങിയ ഒരാളെ സംബന്ധിച്ച് ഒരു റിയൽ ടൈം വർക്കിലേക്ക് വരുമ്പോൾ അതൊക്കെ ഒത്തിരി മറികടക്കാൻ പറ്റിയത് സൈറ്റിലൊക്കെ പോവുക, സ്റ്റഡി നടത്തുക, ഒരുപാട് നല്ല ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെ സുജാസ് സാറിൻ്റെ കൂടെ ഡയറക്റ്റ് കുറേ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനും, സാറിൻ്റെ ക്യാരക്ടർ ഒന്നും നമുക്ക് വിസ്മയിപ്പിക്കുന്ന ആണ്, എനർജിയും എല്ലാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ സാലറി വാങ്ങിക്കുന്ന സാറിൻ്റെ കയ്യിൽ നിന്നാണ്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആബാസോഫ്റ്റിലെ എന്നും ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന ആണ്, ഒരുപാട് നല്ല സുഹൃത്തുക്കളെ തന്ന, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് തന്ന നല്ലൊരു സ്ഥാപനമാണ് ആബാസോഫ്റ്റ്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇന്നതിൻ്റെ വളർച്ചയിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ 19ാം വാർഷികം ആഘോഷിക്കുന്ന ആബാസോഫ്റ്റിനും അതിൻ്റെ സാരഥി സുജാസ് സാറിനും എല്ലാവിധ അനുമോദനങ്ങളും നേരുന്നു. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഹായ്, ഞാൻ വിനോദ്. ആബാസോഫ്റ്റിൻ്റെ തുടക്കകാലത്ത് തന്നെ അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാൻ ആഗ്രഹിച്ച ഒരു പ്രൊഫഷനിലേക്ക് എന്നെ തിരിച്ചു വിട്ടത് ആബാസോഫ്റ്റ് തന്നെയാണ്. അതിന് സുജാസ് സാറിനോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും എന്താ പറയുക, തുടക്കക്കാരനായതുകൊണ്ട് തന്നെ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അല്ലെങ്കിൽ ഏതൊരു പ്രതിസന്ധിയിലും ചിരിച്ചുകൊണ്ടുള്ള ഓട്ടോടുകൂടി മാത്രമേ ഞങ്ങൾക്ക് സുജാസ് സാറിനെ കണ്ടിട്ടുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ ആവാം അദ്ദേഹത്തിനെ ഇത്രയധികം വിജയത്തിൽ എത്തിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഒക്ടോബർ 1 19ാം വാർഷികം ആഘോഷിക്കുന്ന ആബാസോഫ്റ്റിനും അതിൻ്റെ സാരഥിയായ സുജാസ് സാറിനും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ആബാസോഫ്റ്റിൻ്റെ 19ാം വാർഷികത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും. ഇങ്ങനൊരു ചെറിയ വാചകത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു പേരല്ല ആബാസോഫ്റ്റ്. കാരണം ആബാസോഫ്റ്റിൻ്റെ ഈ കഴിഞ്ഞ 19 വർഷത്തിൽ
ഒരുപക്ഷെ ഒരു കുട്ടി ആദ്യമായി സ്കൂളിൽ പോയി തുടങ്ങുന്ന കാലത്ത്, അതായത് ഏകദേശം ആബാസോഫ്റ്റിന് 5 വയസ്സുള്ളപ്പോൾ 2017 ജനുവരി മാസത്തിൽ ഒരു തുടക്കക്കാരൻ്റെ ആകുലതകളും പരിമിതികളും എല്ലാമായി ഞാൻ ആബാസോഫ്റ്റിലെത്തുന്നത് 2017 ജനുവരി മാസത്തിലാണ്. ഒരുപക്ഷെ ആബാസോഫ്റ്റിൻ്റെ അമരക്കാരനായി സുജാ സാർ അല്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് മറ്റെന്തെങ്കിലും ഒരു മേഖലയിലാകുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത്രമേൽ സപ്പോർട്ടീവായിരുന്നു ആബാസോഫ്റ്റിൻ്റെ എൻ്റെ ടീമും, എസ്പെഷ്യലി സുജാ സാർ. അങ്ങനെ ആബാസോഫ്റ്റിലെത്തുന്ന ആ സമയത്ത് എൻ്റെ കയ്യിലേക്ക് ഒരു റണ്ണിങ് പ്രൊജക്റ്റ് എന്ത് ധൈര്യത്തിലാണ് സാർ എടുത്തു തന്നതെന്ന് ഇന്നും എനിക്കറിയില്ല. എനിവേ അങ്ങനെ എത്ര പ്രൊജക്റ്റുകൾ, ഓഫീസിനുള്ളിൽ തല പുകഞ്ഞ് ഉറങ്ങാതിരുന്ന എത്രയോ രാത്രികൾ, സുജാ സാറിനോടൊപ്പം ആ സാൻഡ്രോയിലെ യാത്രകൾ, അതിലുപരി എൻ്റെ വ്യക്തിജീവിതത്തിൽ ഒരു സഹോദര തുല്യം എന്നെ സഹായിച്ച പല അനുഭവങ്ങൾ, സൂരജ്, വിനോദ്, ജോസ്, എസ്പെഷ്യലി ധൻജീവ് തുടങ്ങിയ പേരുകൾ, വിസ്മയിലെ ആദ്യ ഓഫീസിൻ്റെ ഓർമ്മകൾ, അങ്ങനെ 2013 സെപ്റ്റംബർ വരെ ഏകദേശം 6-7 വർഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ, ഓർമ്മകൾ. ആബാസോഫ്റ്റിൻ്റെ ഓരോ വളർച്ചയിലും കൂടെ ഉണ്ടാവാൻ കഴിയുന്നില്ലല്ലോ എന്ന ചിന്തയിലും ഒരുപാട് സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ആബാസോഫ്റ്റിന് 19ാം വാർഷികം നേരുന്നു. ഈ 19ാം വയസ്സിൽ യുവത്വത്തിൻ്റെ ചുറുചുറുക്കോടെ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആബാസോഫ്റ്റിനും സുജാ സാറിനും ദ എൻ്റയർ ആബാസോഫ്റ്റ് ടീമിനും എല്ലാവിധ നന്മകളും ഉയർച്ചകളും അനുദിനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. ഹലോ ഗായ്സ്, എൻ്റെ പേര് ജേക്കബ്. 2008, 2009, 2010 കാലയളവിൽ ആബാസോഫ്റ്റ് ഡെവലപ്പറായിരുന്നു. ഇപ്പോൾ ഞാൻ ന്യൂയോർക്കിൽ ഒരു കമ്പനിയിലെ ജാവ ആൻഡ് ഒറാക്കിൾ ഡാറ്റാബേസ് ഡെവലപ്പറാണ്. ആബാസോഫ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു ബേസിക് ഓറിയൻറ്റേഷൻ ദാറ്റ് ഹെൽപ്ഡ് മീ എ ലോട്ട് ഇൻ മൈ എൻ്റയർ കരിയർ. ഇപ്പോൾ 19th ആനിവേഴ്സറി ആഘോഷിക്കുന്നു അറിഞ്ഞാൽ ഒത്തിരി സന്തോഷം. 19 വർഷ കാലയളവ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവ് അല്ല. ഇനിയും 19 കഴിഞ്ഞിട്ട് 25ഉം 50ഉം ഒക്കെ ആഘോഷിക്കാൻ ഇടവരട്ടെ. പ്രത്യേകിച്ച് സുജാ സാറിൻ്റെ ഒരു ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ട് കമ്പനിക്ക് കൂടുതൽ അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സുജാ സാറിനോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം എന്ന് പറയുന്നത് ഐ എൻജോയ്ഡ് എ ലോട്ട് ബിക്കോസ് ഹി ഈസ് വെരി ബ്രൈറ്റ് ഇൻ ടെക്നോളജി വൈസ്. നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സ്റ്റക്കാണെങ്കിൽ ഹി വിൽ പ്രൊവൈഡ് എ സൊല്യൂഷൻ. സോ പിന്നെ ഷമീർ ഒത്തിരി കമ്പനിക്ക് ഒരു അസറ്റാണ്. അങ്ങനെ കമ്പനി 19 വർഷം പൂർത്തിയാക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരിയധികം സന്തോഷം. ആശംസകൾ. 19 കഴിഞ്ഞ് 25ഉം 50ഉം ഒക്കെ ആഘോഷിച്ച് ഇൻഫോ പാർക്കിൽ മാത്രം നിൽക്കാതെ അങ്ങ് സിലിക്കൺ വാലിയൊക്കെ അറിയപ്പെടുന്ന ഒരു കമ്പനിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ജേക്കബ്. താങ്ക് യു. ബൈ. Hello everyone, my name is Jackson. I am working in Kuwait as an IT Business Solutions Manager. Whenever I say about Abasoft, I would proudly say that I am one of the previous employees of Abasoft. Moreover, I would say that I started my professional journey from Abasoft. It was really a wonderful experience. Start with Abasoft, such an employee-friendly company, a nice atmosphere. At this moment, while celebrating the 19th anniversary of Abasoft, I appreciate and wishing all the very best to Abasoft. Keep growing, keep inspiring, keep producing great talents and the professionals. A nice experience I had with the entire team of Abasoft, especially Mr. Sujaz Ali. Many thanks to Mr. Sujaz Ali. I am so glad that he has given me an opportunity to work in his firm. Once again, congratulations and all the very best. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹാറൂൺ ഷേ സലീം. സുജാ സാറിനെ പറ്റിയും ആബാസോഫ്റ്റിനെ പറ്റിയും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ശരിക്കും ചോദിച്ചാൽ പറയാനുണ്ട്. അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ ഒരു കരിയർ ആസ്പെക്റ്റിൽ ഞാനൊന്ന് പറയാം. ഐ സ്റ്റാർട്ടഡ് കരിയർ ഫ്രം ആബാസോഫ്റ്റ്. ഞാൻ 2011 മുതൽ ആബാസോഫ്റ്റിൻ്റെ ഒരു മെയിൻ സ്ട്രീം ആക്ടിവിറ്റീസിൽ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഓൾറെഡി സുജാ സാറിന് ഇൻഫോ പാർക്കിൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജോയിൻ ആയിട്ടുണ്ടായിരുന്ന കല്ലൂരിലെ ഓഫീസിലോട്ടായിരുന്നു. അവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു IT-ലോട്ടുള്ള
ആബസോഫ്റ്റിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ്സ് പല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്ന ആ ഒരു ജേർണി ശരിക്കും എൻ്റെ മുന്നിൽ കൂടെ തന്നെ പോയിട്ടുണ്ട്. ഞാനതിൽ വിറ്റ്നസ്സാണ്. ഓൾസോ ആബസോഫ്റ്റിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന വെബ്സൈറ്റിലെ കണ്ടന്റുകളും ആദ്യത്തെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന പ്ലേസ്മെന്റ് ഡ്രൈവുകളിലും ഒക്കെ വളരെ ഒരു വലിയൊരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു ഞാൻ. ബിക്കോസ് നമുക്ക് അന്നൊരു ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞൊരു ആവശ്യം ഉണ്ടായിരുന്നു. സോ അത് പ്രകാരം നമ്മൾ പ്ലേസ്മെന്റ് ഡ്രൈവുകളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു, നമ്മൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ആബസോഫ്റ്റിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ആബസോഫ്റ്റിനോട്. മാത്രമല്ല സുജാ സാർ എന്നുള്ളൊരു പേഴ്സൺ ഭയങ്കര എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതിങ്ങനെ തന്നെ പറയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഓണേഴ്സിൽ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഴ്സിൽ ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ആളാണ് സുജാ സാറ്. ശരിക്കും ഈ വലിയ തോട്ട് ലീഡേഴ്സൊക്കെ പറയും നമ്മൾ ഒരു കരിയർ പ്ലാൻ ചെയ്യുമ്പോഴേക്കും കമ്പനീനെ അല്ല നോക്കേണ്ടത്, അവിടുത്തെ ബോസിനെയാണ് നോക്കേണ്ടതെന്ന് പറയും. ആ ഒരു ആസ്പെക്റ്റിൽ പറയുമ്പോൾ എന്തുകൊണ്ടും ആബസോഫ്റ്റിൻ്റെ ബോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആബസോഫ്റ്റിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആള് ഒരു സൈനുഷോ പേഴ്സണാലിറ്റി തന്നെയാണ്. ശരിക്കും ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ് താഴോട്ട് പോകുന്നത്. അപ്പം സോ ഹീ ഈസ് ദ കീ, ഹീ ഈസ് ദ മെയിൻ പേഴ്സൺ ആൻഡ് ദ വൺ ഹു ഈസ് ബിഹൈൻഡ് ആബസോഫ്റ്റ്. സോ സർ, ഈ ഒരു മൊമെന്റിൽ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സ്വീറ്റ് 19 ഓൾസോ 20-ലാകുമ്പോഴേക്കും വേറെ ലെവലിലോട്ട് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. ഹായ്. അപ്പോൾ 19th ആനിവേഴ്സറി ആഘോഷിക്കുന്ന അബാസോഫ്റ്റ് ടീമിനും സുജാ സാറിനും എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. ഞാൻ ആക്ച്വലി അബാസോഫ്റ്റിൽ ജോയിൻ ചെയ്യുന്നത് 2011-ലാണ്. എൻ്റെ ഫസ്റ്റ് കമ്പനിയായിരുന്നു അബാസോഫ്റ്റ്. അവിടെ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ അല്ലാതെ ശരിക്കും ഒരു ഫാമിലി പോലെയായിരുന്നു എല്ലാവരും ഒന്ന്. സുജാ സാറായിരുന്നു ഞങ്ങളുടെ പ്രൊജക്ട് ലീഡ്, പ്രൊജക്ട് മാനേജർ, CEO, ചെയർമാൻ എല്ലാം സുജാ സാർ തന്നെയായിരുന്നു. അറ്റ് എ ടൈം മൾട്ടിപ്പിൾ റോൾസ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നൊരു ആളാണ് സാറ്. സാറിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റി ഞാനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ സാറും ടീമുമാണ് ശരിക്കും ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് തന്നത്. അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കരിയേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞങ്ങളുടെ എല്ലാം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സുജാ സാറും അബാസോഫ്റ്റും തന്നെയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കരിയർ ഗ്രോത്തിൽ വലിയൊരു പാർട്ട് തന്നെയാണ് അബാസോഫ്റ്റും, എസ്പെഷ്യലി സുജാ സാറും. പിന്നെ അബാസോഫ്റ്റ് ഇന്ന് അച്ചീവ് ചെയ്തിരിക്കുന്ന ഹൈറ്റ്സ് അത് വളരെ റിമാർക്കബിൾ ആണ്. അപ്പോൾ പഴയതാണെങ്കിലും അതിൻ്റെ പാത്തിൽ ഒരു കോൺട്രിബ്യൂട്ടർ ആവാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. അതോടൊപ്പം അബാസോഫ്റ്റിൻ്റെ ഈ ഗ്രാഫ് അതിന് എപ്പോഴും ആ ഒരു സ്റ്റഡി ഗ്രോത്ത് ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും വീണ്ടും എനിക്ക് അബാസോഫ്റ്റിൽ ജോയിൻ ചെയ്യാനും അവിടെ വർക്ക് ചെയ്യാനും എനിക്കൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു. Everyone, good morning. Hi, it's me Ajay Nair. ഞാൻ അബാസോഫ്റ്റിലെ ഒരു പഴയ ടാലന്റ് അക്വിസിഷൻ മാനേജറായിരുന്നു. ഞാൻ അബാസോഫ്റ്റിലെ ടീമുമായിട്ട് ഐ വാസ് വിത്ത് ദിസ് ടീം സിൻസ് 2013 March to 2019 January. Okay. It's my pleasure today, being a part of this great event on its 19th anniversary. So I wish all the very best to Abasoft and people at Abasoft. About my experience, when I talk about my experience, first of all, I would thanks for Jinu sir, Jinu Thomas Joseph. Jinu sir, thank you so much because of you, I was part of this team. Because that day when you took my interviews, and the very next day you asked me to join. So avidunnana ഞാൻ joined, and the very next day first person Jinu sir ഞാൻ meet ചെയ്തത്. സോ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഈഗിൾ എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോസസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോയിൻ ചെയ്ത് നൈറ്റ് ഷിഫ്റ്റ് ഫോർ ദി ഇൻ്റർനാഷണൽ വോയിസ് പ്രോസസ്. അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ കമ്പനിയെക്കുറിച്ച് അറിയാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് എൻ്റെ ഗ്രോത്തും എൻ്റെ മൈൽ സ്റ്റോൺസും ഈവൻ അബൌട്ട് മൈ ഫാമിലി ഓൾസോ, എവറിത്തിങ് ബൈ വിച്ച് ഐ ഗോട്ട് ഇറ്റ് ഫ്രം Abasoft only. സോ താങ്ക് യു Abasoft. പിന്നെ തോമസ് സർ, താങ്ക് യു സോ മച്ച്, ദി ഡയറക്ടർ ഓഫ് Abasoft, തോമസ് വി സക്കറിയ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ബിക്കോസ് സാറിൻ്റെ അടുത്തുള്ള ഒരുപാട് പോസിറ്റീവ്സ് വിച്ച് ഐ ഗെയിൻഡ്, ആൻഡ് that same thing what I'm using it right now over here also. So ഇപ്പോഴും ഞാൻ തോമസ് സാറിനെ കോൺടാക്ട് ചെയ്യുന്നത് even if whatever doubts I have in related to anything related to business or whatever it is. So സാർ എപ്പോഴും ഹെൽപ്ഫുൾ ആണ്. സാർ താങ്ക് യു സോ മച്ച്. എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു, ഇപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ വുഡ് സേ താങ്ക്സ് ടു ടിനു തോമസ്, ദ ബ്യൂട്ടിഫുൾ ലേഡി. ടിനും ഞാനും ഒരുമിച്ച് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷി വാസ് വെരി ഹെൽപ്ഫുൾ.
എന്നെ ഓൾവേസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വിളിക്കാറുണ്ട് ഇൻ റിലേറ്റഡ് ടു ESI റിലേറ്റഡ് സ്റ്റെപ്സ് ഓർ വാട്ട് എവർ PF ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് എൻ്റെ കമ്പനിയിലായാലും എനിക്കും ചില ഡൗട്ടുകൾ വരുമ്പോൾ ഐ ഡെഫിനറ്റ്ലി കോൺടാക്ട് her and she always helps me. So thank you so much Tinu for your help and support all the time. പിന്നെ ഗോൾഡൻ ലേഡി നിഷ മാം താങ്ക് യു സോ മച്ച്. നിഷ മാം നമ്മുടെ HR ഹെഡായിരുന്നു മെയിൻ. ഷീ വാസ് വെരി very strict kind of lady, but she's very friendly and she was very helpful. So thank you so much Nisha Miss for helping me all the time when I was at Abersoft. പിന്നെ ഒബിയസ്ലി എനിക്ക് താങ്ക്സ് പറയാനുള്ളത് തീർച്ചയായിട്ടും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിയും എനിക്ക് എപ്പോഴും ഇൻസ്പയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സുജാസ് സർ. സർ താങ്ക് യു സോ മച്ച്. സാറിൻ്റെ വിഷനാണ് ഈ Abersoft ആൻഡ് ദിസ് ഈസ് വോട്ട് ഞാൻ വളർന്നു വന്നതും ഇപ്പോഴുള്ളവരും വളർന്നതും ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇതേ ഓർഗനൈസേഷൻ. സോ ഇറ്റ്സ് മൈ പ്ലഷർ ടു ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഗ്രേറ്റ് ഓർഗനൈസേഷൻ. സോ താങ്ക് യു സുജാ സാർ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട് സാറിൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ഹെൽപ്പിന് വേണ്ടി ഞാൻ ഇപ്പോഴും ശല്യപ്പെടുത്തിക്കാറുണ്ട്. ബട്ട് ഹി ഓൾവേസ് സപ്പോർട്ട് മീ നോ. പിന്നെ സാർ എപ്പോഴും പറയും ദിസ് ഈസ് നോട്ട് my company, this is everyone's company. Same way, that was right, because Abersoft എന്നുള്ളൊരു കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും കമ്പനി ആയിട്ട് കാണുമോ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്, ബിക്കോസ് ദ കൾച്ചർ വാട്ട് Abersoft keeps always, not only just the work, it's all about the fun and work when it comes to cultural activities or sports or whatever it is. ഞാൻ വേറെ ഏത് കമ്പനിയിൽ ഇത്രയും ആക്റ്റീവായിട്ടുള്ളൊരു കമ്പനി ആയിട്ടില്ല, ബിക്കോസ് എല്ലാ ഫെസിലിറ്റീസും കമ്പനീൻ്റെ അകത്തുണ്ട്. സോ ഓൾവേസ് എൻജോയ് ദിസ് മൊമെൻറ്റ്സ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രൈ ടു ലേൺ തിങ്സ് ഫ്രം ഹിയർ, ബിക്കോസ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ ഫ്യൂച്ചർ. ഇവിടെ മാത്രമല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ നാളെ ഹെൽപ്പ് ചെയ്യും, ബിക്കോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് വോട്ട് ഐ ഗെറ്റ് ഇറ്റ് റൈറ്റ് നൗ or what I'm using it right now at my business. So thank you Suja sir and the technology vision, everything that inspired me a lot. Suja sir, thank you so much. And obviously ഒരാളെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, സഫീന മിസ് താങ്ക് യു സോ മച്ച്. മിസ് ഭയങ്കര ഫ്രണ്ട്ലി പേഴ്സൺ ആണ് and always keep that smile on her face. So she's very friendly, she was very supportive. Thank you Safina miss, thank you for your support and help all the time. പിന്നെ ഒബിയസ്ലി എനിക്ക് ഒരാളെ കൂടെ പറയാനുള്ളത് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് വിനീത് അബ്രഹാം. വിനീത് സാറിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട്. വിനീത് സാർ ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് അവിടെ ഇത് കേൾക്കുന്നുണ്ടോ അറിയത്തില്ല. സോ വിനീത് സാർ ഇനിയും ഞാൻ ശല്യപ്പെടുത്തും, കാരണം ഇൻ റിലേറ്റഡ് ടു ദ ലീഗൽ മാറ്റേഴ്സ്. സോ താങ്ക് യു സോ മച്ച് സർ. ആൻഡ് ഞാൻ ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. കാരണം ഷമീർ ബോസ് എന്നോട് പറഞ്ഞിരുന്നു 2 minutes വീഡിയോസ് ആക്കണമെന്നാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് മോർ ദാൻ 4 minutes. സോറി ഫോർ ദാറ്റ് ബോസ്. ഓക്കെ, സോ ഇത് സെൻസർ ചെയ്യരുത്, കട്ട് ചെയ്യരുത്, ഇത് മുഴുവനായിട്ട് കാണിക്കും. സോ താങ്ക് യു സോ മച്ച് Abersoft and people at Abersoft and as well as also also all the team leaders, process managers, everyone എനിക്ക് പേരെടുത്ത് ഇപ്പോൾ പറയാൻ പറ്റുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്. ഓൾസോ നന്ദു, രാകേഷ്, താങ്ക് യു സോ മച്ച് ബ്രദേഴ്സ്, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു and always helped me a lot. Okay, so thank you so much. And once again Suja sir, Thomas sir, Jitu sir, Nisha miss, Tina ma'am, everyone, Safina miss, everyone, thank you so much and wish you all the very best to Abersoft and people at Abersoft. Thank you so much. Good day. Thank you. Happy 19th anniversary to all Abersoftians. എൻ്റെ ഒരു ജോയിനിങ് എന്ന് പറയുന്നത് 2011 എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നോക്കി നിന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് Abersoft എന്നൊരു കമ്പനി നെയിം എൻ്റെ മനസ്സിലോട്ട് വന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 2011 സെപ്റ്റംബർ 14 ഞാൻ Abersoftൽ ജോയിൻ ചെയ്തത് കലൂർ ഓഫീസിൽ. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു കരിയറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലുപരി എൻ്റെ ഒരു കരിയർ ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ 5 yearsോളം 2016 ജൂൺ വരെ ഞാൻ Abersoftൽ വർക്ക് ചെയ്തു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കരിയർ മാത്രമല്ല, പ്രൊഫഷണൽ ഗ്രോത്തും എല്ലാം കൊണ്ടും ആ ഒരു 5 years എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ട്രാൻസിഷൻ തന്നെയായിരുന്നു നടന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പങ്കാളിയായിട്ട് എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. ബിസിനസ് ലെവലിലാണെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ എന്ന രീതിയിലാണെങ്കിലും ഞാൻ എപ്പോഴും ഒരു റോൾ മോഡലായിട്ട് കണ്ടിരിക്കുന്നത് സുജാ സാറിനെയാണ്. സാറിന് ആദ്യമേ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്,
ഇത് നിങ്ങളുടെ കമ്പനിയാണ്, നിങ്ങളാണ് ഇതിൻ്റെ പ്രോഫിറ്റും എല്ലാം ലോസും നിങ്ങളാണ് നോക്കേണ്ടത്. അതാണ് ഇത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. സാറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ആ കമ്പനിയിലെ ഏതൊരു എംപ്ലോയിക്കും ഒരു ഊർജം നൽകുന്നത്. അതുപോലെ തന്നെ സാറിൻ്റെ മുന്നിൽ എന്തൊരു സജഷൻ കൊണ്ട് ചെന്നാലും സാർ ഒരിക്കലും നോ പറയില്ല. അതിൽ നിന്ന് കിട്ടുന്ന പ്ലസ് ഓ മൈനസ് ഔട്ട്പുട്ട് ആണെങ്കിലും ആ ഒരു എംപ്ലോയിക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷനാണ് സാറിൻ്റെ ഏറ്റവും വലിയ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ അബാസോഫ്റ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ലിമിറ്റഡ് എഡിഷൻ, അതെന്ന് പറയുന്നത് ഒരു അൺലിമിറ്റഡ് വേർഷനായി മാറും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു 19th ആനിവേഴ്സറിയിൽ അബാസോഫ്റ്റിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഓൾ ദ ക്രൂ മെമ്പേഴ്സ്, HR ടീം എല്ലാവരെയും എസ്പെഷ്യലി താങ്ക്സ് പറഞ്ഞുകൊണ്ട് വൺസ് അഗെയിൻ ഹാപ്പി 19th ആനിവേഴ്സറി ടു അബാസോഫ്റ്റ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. റാഫിസാണ്. അബാസോഫ്റ്റ് 19ാമത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു വേളയിൽ എനിക്ക് അബാസോഫ്റ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ സമയപരിമിതി മൂലം ഈ 1-2 മിനിറ്റിനുള്ളിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഒരുപക്ഷെ എനിക്ക് ഈ ഒരു സമയം പോരാ. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു ലൈഫ് ചേഞ്ചിങ് സംഭവിച്ചത് അബാസോഫ്റ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. അബാസോഫ്റ്റിൽ എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വെബ് ഡിവിഷൻ, മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ സെർവർ മാനേജ്മെൻറ്റ്, ഈ ഒരു മേഖലയിലായിരുന്നു. അപ്പോൾ എനിക്ക് ആസ് എ ഫ്രഷർ എനിക്കൊന്നും അറിയില്ല. പക്ഷെ സുജാ സാർ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തന്ന ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പോഴെനിക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ കൂടി സാധിക്കുന്നതിനൊക്കെ. കാര്യം വേറൊന്നുമല്ല, ഞാൻ അവിടെ ആസ് എ ഫ്രഷർ എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്തു. ഓരോ കാര്യങ്ങളും ഡൊമൈൻ, ഹോസ്റ്റിംഗ്, വെബ്, ഇതെല്ലാം എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നു. ഞാൻ പിന്നീട് അബാസോഫ്റ്റിൽ നിന്ന് ഞാൻ പോകുന്നതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ടൊരു ടെക്നോളജി കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയ മൊമെൻറ്റിൽ തന്നെ ഞാൻ സുജാ സാറിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു സപ്പോർട്ട് എന്നെ പോലെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. ഈവൻ എൻ്റെ കമ്പനിയുടെ റൈസം ടെക് എന്ന് പറയുന്ന എൻ്റെ ടെക്നോളജി കമ്പനിയുടെ ഡൊമൈൻ, ഹോസ്റ്റിംഗ്, സെർവർ മാനേജ്മെൻറ്റ്, എവറിതിങ് സുജാ സാറ് എനിക്കത് ചെയ്തു തന്നു. എന്നിട്ട് നമുക്കറിയാലോ, ഒരു സംരംഭം തുടങ്ങുന്നത് മുതൽ അതിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷമൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് ഇപ്പോൾ റൈസം ടെക് തുടങ്ങിയത് മുതൽ എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, അത് ടെക്നോളജി പരമായിട്ടോ അല്ലെ ബിസിനസ് ആയിക്കോട്ടെ, എന്തെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ആൾ സുജാ സാറാണ്. എൻ്റെ ലൈഫിൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ഗുരു എന്നുള്ള രീതിയിലോ എന്നെ ഇത്രയധികം സ്വാധീനിച്ച ഒരു വ്യക്തി വേറെ ഇല്ല. സോ അബാസോഫ്റ്റിൽ ജോയിൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിപ്പോൾ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ശരി, ടെക്നോളജി കമ്പനി 19 വർഷം എല്ലാവിധ സക്സസോടും കൂടി അതിൻ്റെ യാത്ര തുടരുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ അബാസോഫ്റ്റിന് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് അമൃത. ഞാൻ 2013-2015, അതായത് 2 years ഞാൻ അബാസോഫ്റ്റിൽ അഡ്മിൻ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ആൻഡ് അബാസോഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ ഫ്രണ്ട്ലി മാത്രമല്ല, ഫ്രണ്ട്ലി, എനർജറ്റിക് ആൻഡ് സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൂടാതെ വളരെ എൻ്റർടൈനിങ് കൂടിയായിരുന്നു ഒരു അബാസോഫ്റ്റിൻ്റെ ഓഫീസ് സ്പേസ് എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ വേറെ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ സുജാ സാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ, സാറിന് അബാസോഫ്റ്റിനെ കുറിച്ച് ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് പഠിച്ച് അതെങ്ങനെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവാണ് അബാസോഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഇന്നത്തെ സക്സസ് എന്ന് പറയുന്നത്. അന്ന് ഞാൻ വർക്ക് ചെയ്തപ്പോൾ എംപ്ലോയീസ് കുറവായിരുന്നു, പക്ഷെ ഇന്ന് ഒത്തിരി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ സാറിൻ്റെയും എംപ്ലോയീസിൻ്റെയും ആ ഒരു എംപ്ലോയി ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ആണ് അത്രയും എംപ്ലോയീസോടെ വർക്ക് ചെയ്യുന്നത്. സോ 19th ആനിവേഴ്സറി ആഘോഷിക്കുന്ന അബാസോഫ്റ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും.
So proud to be an Abasoft team. Thank you. Hi all, I would like to wish all the members of Abasoft a very happy anniversary and many more success in the coming years. And the main thing is Abasoft is not only focusing on business productivity but it also considers the employees with support and encourage. And on this occasion, I want to thank CEO Sujasa for being the strongest pillar of Abasoft. And also I want to thank all other Abasoft business leaders for encouraging employees over there. And I joined as a .NET developer in Abasoft in 2015. And I really enjoyed working there with the team under the guidance of Shami sir and Alan sir. And we have a very friendly and supportive HR team under the supervision of Nisha ma'am. And I feel like yesterday that I was there during the 13th anniversary celebration. It was all fun with the photo sessions and surprises and all. I'm really glad to know that company is reaching to new heights. And personally, I feel so happy that I came to know that Abasoft Charity and Nature Club is still active and it is reaching out to many people with its helping hand. I can proudly say that I worked at Abasoft. Once again, I wish you all a very happy 19th anniversary. Thank you. ഹായ്, എൻ്റെ പേര് ലിഡിയ. ഞാൻ 2012 ആബാസോഫ്റ്റിൽ ജോയിൻ ചെയ്തത്. ആബാസോഫ്റ്റ് ഒരു ചെറിയൊരു സ്റ്റാഫ് സ്ട്രെങ്ത് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇന്ന് കോർപ്പറേറ്റ് ലെവലിലേക്ക് ആബാസോഫ്റ്റ് ഉയർന്നിരിക്കുന്നു. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സുജാ സാറിൻ്റെ ഒരു വിഷൻ തന്നെയാണ് ആബാസോഫ്റ്റ് ഇന്ന് ഇങ്ങനെ ഉയർന്നിലേക്ക് എത്താനുള്ള റീസൺ. പിന്നെ തോമസ് സാറിൻ്റെയും ജിനു സാറിൻ്റെയും നിഷ മാമിൻ്റെയും ഒക്കെ ഒരു എഫേർട്ട് അതിന് പിന്നിലുണ്ട്. അവിടുത്തെ വർക്കിംഗ് കൾച്ചർ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ആബാസോഫ്റ്റ് ഇപ്പോൾ. സോ I wish all the success in future and happy anniversary Abasoft. Happy anniversary Abasoft. Abasoft is very special for me always. I started my career with Abasoft and I'm really thankful to Suja sir, Thomas and the entire management, my project managers for their support and guidance throughout my career. And I also had the opportunity to work with Sujasa's dream projects, so which helped me a lot in my career and what I am being today in my career. So once again, I wish Abasoft all the best. Thank you so much. ഞാൻ ഋതു. ഞാൻ ആബാസോഫ്റ്റിൽ 2014 ഒക്ടോബർ 1 ജോയിൻ ചെയ്തത് വെബ് ഡിസൈനറായിട്ട്, ജൂനിയർ വെബ് ഡിസൈനറായിട്ട്. അന്ന് അവിടെ കേക്ക് കട്ടിങ്ങും അങ്ങനെ നല്ല ഇതായിരുന്നു. എനിക്ക് അവിടുത്തെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അനൂപ്, രേഷ്മ, സുജിത്ത്, അതുപോലെ തന്നെ സുബീൻ, എല്ലാം നല്ല എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. നല്ലപോലെ നമ്മൾ വർക്കിൽ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കും. ഷെമി സാറ് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരും. പിന്നെന്താ, സുജാ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുജാ സാറിന് ഞാനാണ് മുതലാളി, ഞാൻ പറയുന്നത് കേൾക്കാവൂ, ബാക്കി എല്ലാവരും എൻ്റെ താഴെ, അങ്ങനെ ഇതൊന്നുമില്ല. എല്ലാവരുമായിട്ടും നല്ലപോലെ സംസാരിക്കും. ഞാനൊരു ജൂനിയർ ഡിസൈനറായിട്ടാണ്, വെബ് ഡിസൈനറായിട്ടാണ്. പക്ഷേ എൻ്റെ അടുത്തൊക്കെ നല്ലപോലെ വർത്താനം പറയും. പിന്നെ എൻ്റെ അടുത്ത് വർത്താനം പറയുമ്പോൾ തൃശ്ശൂർ ഭാഷയിലായിട്ടാണ് സംസാരിക്കാറ്. ചില നേരത്തെ കളിയാക്കലാന്ന് തോന്നും, പക്ഷെ കുഴപ്പമില്ല. നല്ല ഇതായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ വലിയ ഞാനാണ് CEO അങ്ങനെ സ്വഭാവമൊന്നുമില്ല. നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാവരുടെ അടുത്തും നല്ലപോലെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുക. പിന്നെന്താ, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സ്ഥലം അതാണ്. ഇപ്പോൾ ഇത്രയും വർക്ക് ചെയ്ത കമ്പനികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വർക്ക് ചെയ്യാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട, സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ആബാസോഫ്റ്റിലാണ്. ആരും അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വരില്ല. ബാക്കിയുള്ള കമ്പനീസ് എന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് വർക്ക് ഉണ്ടാവും, കുറച്ച് പേർക്ക് വർക്ക് ഉണ്ടാവില്ല. അപ്പം ഇപ്പം എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് കുത്തിയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡൗട്ടല്ല, എനിക്ക് കുശുമ്പ് വരും. അയ്യോ അവർക്കൊക്കെ വർക്ക് ചെയ്യില്ല, സുഖമായിട്ട് വർത്താനം പറയാൻ പറ്റണേ, എനിക്ക് പറ്റണില്ലേ, അങ്ങനെയുള്ളതൊക്കെ വരും. ഇവിടെയാകുമ്പോൾ അങ്ങനെ ഇതുകളൊന്നുമില്ല. ആരും വേറെ ആളുടെ വർക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലൊന്നും പെരുമാറില്ല. അതുപോലെ തന്നെ സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സ്പീഡിൽ, നല്ലപോലെ സ്പീഡിൽ നമുക്ക് അത് മാത്രം, വർക്ക് മാത്രമേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. നല്ല സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ 19 വർഷമായി. എല്ലാവിധ ആശംസകളും നേരുന്നു. Hi Abasoft.
ഹാപ്പി 19th ആനിവേഴ്സറി. ഞാൻ ആബാസോഫ്റ്റ് ജോയിൻ ചെയ്യുന്നത് ഒരു ഒക്ടോബർ 2015 ആൻഡ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് മന്ത് ആ ട്രാൻസാക്ഷൻ ഒക്കെ. ആബാസോഫ്റ്റിലെ ടീം, ആ മെമ്പേഴ്സ് എല്ലാവരും എന്നെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ആബാസോഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും സുജാസാറിനെ കുറിച്ച് പറഞ്ഞു, ബിക്കോസ് ഹീസ് എ ഗുഡ് ലീഡർ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ലീഡർ സുജാസാറാണ്. ഞാൻ മാത്രമല്ല, ആബാസോഫ്റ്റിലെ എല്ലാം മെമ്പേഴ്സ് ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, ഹീസ് എ ഗുഡ് ലീഡർ. ഇന്നും ഞാൻ ആബാസോഫ്റ്റിൻ്റെ ഗ്രോത്ത് കാണാറുണ്ട്, ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ ആണെങ്കിലും ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും ലിങ്ക്ഡിൻ വഴിയാണെങ്കിലും ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് അമേസ്ഡ് മീ. I heartily wish you happy 19th anniversary episode. നമസ്കാരം. മധുര 19ൻ്റെ നിറവിൽ നിൽക്കുന്ന അബാസോഫ്റ്റിനും അബാസോഫ്റ്റിൻ്റെ സാരഥികൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ടീം ക്യാപ്റ്റൻ സുജാസ് സാറിനും എൻ്റെ എല്ലാവിധ ആശംസകളും. വളരെ കുറച്ച് കാലമേ അബാസോഫ്റ്റിൽ ഔദ്യോഗികമായിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും അനൗദ്യോഗികമായിട്ടും അല്ലാതെയും അബാസോഫ്റ്റുമായിട്ടും ഉള്ള ബന്ധം എനിക്ക് ഏറെ വിലപ്പെട്ടതാണ്. അബാസോഫ്റ്റ് ഇനിയും ഉയരങ്ങളിലേക്ക് ചിറകടിച്ചു ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.